ഇന്ന് നമുക്കൊരു ചിക്കൻ പെരട്ട് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടി ആദ്യം നമുക്ക് മസാല തയ്യാറാക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അല്പം ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഇതുപോലൊരു പേസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ കഴുകി വെച്ചേക്കുന്ന ചിക്കൻ ഇതിലോട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം ഇതൊന്ന് പിടിക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി നമുക്ക് ഈ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. ഞാനിവിടെ കുറച്ചായിട്ടിട്ടാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. അതും ഒരുപാടങ്ങ് വെന്ത് പോകണ്ട, ഒരുപാട് ഫ്രൈയും ആകണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ കുറച്ചായിട്ട് ഫ്രൈ ചെയ്ത് എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട് കണ്ടോ. ഇനി നമുക്ക് ആ ഫ്രൈ ചെയ്ത അതേ പാനിൽ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചതിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതൊരുപാട് മൂത്ത് പോകണ്ട, ഒന്ന് ജസ്റ്റ് അതിൻ്റെ ഈ പച്ചമണമെല്ലാം മാറി വരുമ്പോൾ നമുക്ക് കുറച്ച് പച്ചമുളക് കൂടി ഇട്ട് ഇതുപോലൊന്ന് ആക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചേക്കുന്ന സവോള ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സവോള നന്നായിട്ട് വെന്ത് വരണം കേട്ടോ, നല്ല മാഷായിട്ട് വരണം. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരും. നമ്മുടെ സവാള എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് തക്കാളിയും കൂടെ ഇട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. അതിനുശേഷം നമുക്കിതിൽ പൊടികളിടാം കേട്ടോ. ഞാനിവിടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ചിക്കൻ മസാല, ഇത്രയാണ് ഇടുന്നത്. ഓൾറെഡി നമ്മൾ ചിക്കൻ വറുത്തപ്പോൾ മസാലകളെല്ലാം ഇട്ടതാണ്, അതുകൊണ്ട് എരിവെല്ലാം നോക്കി വേണം നമ്മൾ ഒന്നുകൂടി ഇതെല്ലാം ഇട്ട് ഒന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം നമ്മുടെ ചിക്കനും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ഓൾറെഡി ഇതെല്ലാം വെന്തതാണ്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് എടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡിയായി. ഇത് നമ്മൾ ചോറും മരിച്ചിനും എല്ലാം കൂടി കൂട്ടി ഒന്ന് കുഴച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണോ. ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.